ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് 10ാം ക്ലാസ്സിൻ്റെ ബയോളജി മലയാളം മീഡിയം ടെക്സ്റ്റിൻ്റെ കണ്ടിന്യൂഷനാണ്. ആദ്യത്തെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മെൻ്റലിൻ്റെ ഡൈഹൈബ്രിഡ് ക്രോസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാക്കി മെൻ്റലിൻ്റെ അനുമാനങ്ങളാണ് നോക്കാൻ പോകുന്നത്. രണ്ടോ അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ അവയിൽ ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കുന്നു. ഒരു ജീവിയുടെ ഒരു ജോഡി അല്ലീലുകൾ മറ്റൊരു ജോഡി അല്ലീലുകളുടെ വേർപെടലിനെ സ്വാധീനിക്കുന്നില്ല. ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ, ക്യാപിറ്റൽ ലെറ്റർ ആറിനെ നമ്മൾ സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ആർ കൊണ്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ബീജകോശങ്ങളിൽ ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ് വരുന്നത്. ഇവിടെ സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ആർ ആണ്. ടി ഒരു തരത്തിലും ആറിനെയോ ആറൊരു തരത്തിലും ടീനെയോ ബാധിക്കുന്നില്ല. ഇവിടെയും അതുപോലെ തന്നെയാണ്. രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ പരസ്പരം കൂടി കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നു. മാതൃസസ്യങ്ങളിൽ കാണപ്പെടാത്ത സ്വഭാവങ്ങൾ രണ്ടാം തലമുറയിൽ കാണപ്പെടുന്നു. എന്തുകൊണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ പയറ് ചെടിയിൽ ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ ഉള്ള ഗുപ്ത ഗുണങ്ങൾ കാണുന്നത് കൊണ്ടാണ്. സ്വഭാവങ്ങൾ പലപ്പോഴും രണ്ടിൽ കൂടുതൽ ഗുണങ്ങൾ കാണാറുണ്ടല്ലോ. എന്താണ് കാരണം? സ്വഭാവങ്ങൾക്ക് പലപ്പോഴും രണ്ടിൽ കൂടുതൽ സ്വഭാവങ്ങൾ കാണാറുണ്ടല്ലോ. അപ്പോൾ മെൻ്റലിൻ്റെ അനുമാനങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കുന്നത്. അതായത് ഇവിടെ റോസ് പൂവാണെന്നുണ്ട്, മഞ്ഞപ്പൂവ്, ചുവപ്പ് പൂവ്, വെള്ളപ്പൂവ്, പിങ്ക് പൂവ് എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അതായത് പൂവിൻ്റെ നിറം എന്ന് പറയുന്നത് ഒന്നുകിൽ ചുവപ്പ് അല്ലെങ്കിൽ കറുപ്പ് അങ്ങനെയല്ലല്ലോ വരുന്നത്. അതിനിടയ്ക്കുള്ള കളറുകളോ വരുന്നുണ്ടല്ലോ. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെൻ്റലിൻ്റെ നിയമങ്ങൾ ജനിതകശാസ്ത്രത്തിൻ്റെ അടിത്തറയായിരുന്നു. എന്നാൽ ജീവികളിലെ സ്വഭാവ ഗുണങ്ങളുടെ വൈവിധ്യത്തെ പൂർണ്ണമായി വിശദീകരിക്കാൻ അതിന് കഴിഞ്ഞില്ല. ജീനുകൾ, പരിസ്ഥിതി, മറ്റ് ഘടകങ്ങൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലുകളെക്കുറിച്ച് പിൽക്കാലത്തെ പഠനങ്ങൾ മെൻ്റലിൻ്റെ നിയമങ്ങളുടെ ചില പരിമിതികൾ വെളിവാക്കി. ഇത് നോൺ മെൻ്റലിയൻ ഇൻഹെറിറ്റൻസ് എന്നാണ് അറിയപ്പെടുന്നത് എന്ന ആശയത്തിന് തുടക്കമിട്ടു. നോൺ മെൻ്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന വിവിധ സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പഠിക്കാൻ പോകുന്നുണ്ട്. നോൺ മെൻ്റേലിയൻ ഇൻഹെറിറ്റൻസിൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കതെന്തൊക്കെയാണെന്ന് നോക്കാം. നോൺ മെൻ്റേലിയൻ ഇൻഹെറിറ്റൻസിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം ചുവന്ന പൂവുള്ള 4 മണിച്ചെടിയെ വെള്ളപ്പൂവുള്ള 4 മണിച്ചെടിയുമായി വർഗ്ഗസങ്കരണം നടത്തിയാൽ പിങ്ക് പൂവുള്ള ചെടികൾ ഉണ്ടാകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് സ്വഭാവങ്ങൾ ഒരു ബന്ധമില്ലാത്ത രീതിയിലും ഒരു സ്വഭാവമാണെങ്കിൽ തന്നെ അത് ഉയരം കൂടിയതാണെങ്കിൽ ഉയരം കൂടിയത് മാത്രമായിട്ടും ഒക്കെ വിഭജിച്ച് പോരാറുണ്ട്. പക്ഷേ ചില സാഹചര്യത്തിൽ ഇതിൻ്റെ ഇടത്തരം, അതായത് ഉയരം കൂടുതൽ ഉയരം കുറവ് എന്നുള്ളതിൻ്റെ ഇടയിലായിട്ട് ഒരു ഇടത്തരം നീളമുള്ള ചെടി വരിക, അതാണ് ഇവിടെ ഉണ്ടായത്. പ്രകടഗുണത്തിൻ്റെ അല്ലീനിന് ഗുപ്തഗുണത്തിൻ്റെ അല്ലീനിനെ പൂർണ്ണമായും മറയ്ക്കാൻ സാധിക്കുന്നില്ല. അതായത് ഇവിടെ ചുവന്ന പൂവുള്ള ഒരു ചെടി, റെഡ് പൂവുള്ള ഒരു ചെടീനെ നമ്മൾ വൈറ്റ് പൂവുള്ള ഒരു ചെടീനെ കൊണ്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ റെഡ് എന്നുള്ള ഒരു കളറും ബീജകോശത്തിൽ വരുന്നതാണ്. വൈറ്റ് എന്നുള്ളതിന് നമുക്ക് സ്മോൾ ലെറ്റർ ആർ എന്നും പറയാം. ഇവരെ ക്രോസ് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായും ഈ റെഡ് ചെടിക്ക് ആർ ചെടീനെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇടത്തരം ചെടികൾ ഉണ്ടായി വരുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. എന്താ വിളിക്കുന്നത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇനി അടുത്ത ഉദാഹരണമാണ് ചില കന്നുകാലികളിലും കുതിരകളിലും കാണുന്ന റോൺ കോട്ട് എന്ന് പറയുന്നത്. അതായത് ഈ കളറാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് അല്ലീലുകളുടെ ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാവുന്നു. അതായത് ഇവിടെ വൈറ്റ് കളറും ഉണ്ട്, ബ്രൗൺ കളറും ഉണ്ട്. അതിനെ കോഡോമിനൻസ് എന്നാണ് പറയുക. രണ്ട് കാര്യങ്ങൾ എന്താ പറയുക, കോർപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് കോഡോമിനൻസ്. ഇവിടെ വെള്ള പൂർണ്ണമായും ഡോമിനേറ്റ് ചെയ്തില്ല, എന്നാൽ ബ്രൗൺ കളർ, കാപ്പി കളറും പൂർണ്ണമായിട്ട് ഡോമിനേറ്റ് ചെയ്തില്ല. രണ്ടും പാച്ചായിട്ട് വന്നു, രണ്ടും കാണപ്പെട്ടു. നേരത്തെ ഇവിടെ പിങ്ക് പൂവിൻ്റെ കാര്യം പറയുന്ന സമയത്ത് വൈറ്റും റെഡും കൂടിയ സമയത്ത് ഒരു പിങ്ക് പൂവാണ് ഉണ്ടായത്. നേരെ മറിച്ച് ആ പൂവിൻ്റെ മുകളിൽ, വൈറ്റ് പൂവിൻ്റെ മുകളിൽ പിങ്ക് കളർ വരികയാണോ ചെയ്തത്? അല്ല, അവിടെ ഇടത്തരം കളർ വന്നു. അതിന് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞു. ഇവിടെ ഒരുമിച്ച് കാണപ്പെട്ടു, അതിനെ കോഡോമിനൻസ് എന്നും പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഉദാഹരണം പറയുന്നത് മനുഷ്യനിലെ ABO രക്തഗ്രൂപ്പിനെ കുറിച്ചാണ്. ഇവിടെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ രക്തഗ്രൂപ്പൊക്കെ കാണപ്പെടുന്നത് മനുഷ്യഗണത്തിൽ 2ൽ കൂടുതൽ അല്ലീലുകളുണ്ട്. ഹ്യൂമൻ പോപ്പുലേഷനകത്ത് 2 തരം അല്ലീലുകളാണ്. IA, IB,
ആൻഡ് സ്മോൾ ലെറ്റർ ഐ എന്നുള്ള 3 അല്ലീലുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ 2 അല്ലീലുകളല്ല 3 അല്ലീലുകൾ വരുന്നതിനെ നമ്മൾ മൾട്ടിപ്പിൾ അല്ലിലിസം എന്ന് പറയും. മൾട്ടിപ്പിൾ അല്ലിലിസം ഇതൊക്കെ നമ്മൾ കാണാണ്ട് പഠിക്കേണ്ട കേട്ടോ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഉദാഹരണം, വെള്ളപ്പൂവും ചുവപ്പ് പൂവും കൂടി ചേരുമ്പോൾ പിങ്ക് പൂവ് ഉണ്ടാവുന്നു. അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. റെഡിന് പൂർണ്ണമായും വൈറ്റിനെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കോഡോമിനൻസിന് എക്സാമ്പിൾ എന്താണ്? 2 അല്ലീലുകളുടെ ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാവുന്നു. ചില കന്നുകാലികളുടെയും കുതിരകളുടെയും മേൽ കാണുന്ന റോൺ കോട്ടാണ്. മൂന്നാമത്തത് മൾട്ടിപ്പിൾ അല്ലീലിസം, അതായത് ഒരു രക്തഗ്രൂപ്പിനെ 2 അല്ലീലുകൾക്ക് പകരം 2ൽ കൂടുതൽ അല്ലീലുകൾ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു. അത് മനുഷ്യനിലെ ABO രക്തഗ്രൂപ്പ്. നമ്മളെങ്ങനെയാണ് ഉദാഹരണത്തിന് എന്ന് പറഞ്ഞിട്ട് IAIB സ്മോൾ ലെറ്റർ ഐ എന്നുള്ളതിൽ കൊടുക്കാം. ഇനി പോളിജെനറ്റിക് ഇൻഹെറിറ്റൻസ്, അതായത് ത്വക്കിൻ്റെ നിറത്തെ നിർണ്ണയിക്കുന്നത് ഒന്നിലധികം ജീനുകൾ കൂടിച്ചേർന്നാണ്. ഇവയുടെ പ്രവർത്തന ഫലമായി മെലാനിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ നിറവ്യത്യാസത്തിന് കാരണമാകുന്നു. ത്വക്കിൻ്റെ നിറവ്യത്യാസം, അതായത് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും സ്കിൻ എടുത്തു കഴിഞ്ഞാലും മൾട്ടിപ്പിൾ കളേഴ്സ് ആയിരിക്കുമല്ലോ. ഒരാളുടെ ശരീരത്തിൽ തന്നെ പല ഭാഗത്തും പല കളറുകളായിരിക്കും. അപ്പോൾ IAIB IO സ്മോൾ ലെറ്റർ ഐ പോലെ 3 അല്ലീലുകളാണോ? അല്ല. അതിന് നമ്മളെന്ത് പറയും? പോളിജെനറ്റിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. നിറവ്യത്യാസത്തിന് പിന്നിൽ ത്വക്കിൽ നിറം നൽകുന്ന പ്രധാന വർണ്ണമാണ് മെലാനിൻ. മെലാനിൻ്റെ അളവും തരവും ചേർന്ന് ത്വക്കിൻ്റെ നിറം നിർണ്ണയിക്കുന്നു. ഒരു വ്യക്തിയുടെ പൂർവികർ ഏത് ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തു നിന്നാണ് വന്നത് എന്നത് ത്വക്കിൻ്റെ നിറത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അതായത് ഇപ്പോൾ ആഫ്രിക്കയിലുള്ളവർക്ക് ഒരു നിറമാണ്, അമേരിക്കയിലുള്ളവർക്ക് ഒരു നിറമാണ്, ഇന്ത്യക്കാർക്ക് വേറൊരു നിറമാണ്, ഇന്ത്യയിൽ തന്നെ കേരളത്തിലുള്ളവർക്ക് ഒരു നിറമാണ്. അതായത് ഒരു ആവറേജ് നിറമാണ് കേട്ടോ പറയുന്നത്. നോർത്ത് ഇന്ത്യൻസിന് മുഖച്ചായം പോലെ തന്നെയാണ് നിറവും വ്യത്യാസമാണ്. ഭൂമിശാസ്ത്രപരമായ വ്യത്യാസം, വ്യത്യസ്ത പ്രദേശങ്ങളിലെ സൂര്യപ്രകാശത്തിൻ്റെ തീവ്രത ഓരോ പ്രദേശ ത്വക്കിൻ്റെ നിർണ്ണയത്തിന് അനുയോജ്യമായ ജനിതക മാറ്റങ്ങൾ സംഭവിപ്പിച്ചു. സൂര്യപ്രകാശം, നമ്മുടെ ഭക്ഷണം, വൈറ്റമിൻ ഡി എന്നിവ പോലുള്ള പരിസ്ഥിതി ഘടകങ്ങളും ത്വക്കിൻ്റെ നിറത്തെ സ്വാധീനിക്കുന്നു. മനുഷ്യരാശി ജനിതകപരമായി വളരെ വൈവിധ്യമാർന്നതാണ്. ത്വക്കിൻ്റെ നിറം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇനി മാതാപിതാക്കളിൽ ഇല്ലാത്ത സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് സ്വാഭാവികമായിട്ടും വരാവുന്നൊരു ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ. മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങളിലേക്ക് ലഭിക്കുന്ന സവിശേഷതകൾ എല്ലായ്പ്പോഴും ഒന്ന് തന്നെ ആയിരിക്കണമെന്നില്ല. വ്യക്തികൾ തമ്മിലുള്ള ഈ വൈവിധ്യത്തിന് കാരണമാകുന്ന പ്രധാന ജനിതക പ്രക്രിയകൾ ചുവടെ ചേർത്തിരിക്കുന്നു. അവ വിശകലനം ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. വ്യതിയാനങ്ങൾക്ക് കാരണമായ ജനിതക പ്രക്രിയകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തത് ക്രോസിംഗ് ഓവറാണ്. അതായത് നമ്മൾ അല്ലീലുകളെ ഇങ്ങനെയല്ലേ വരയ്ക്കുക? 2 കൈകളായിട്ടാണ് വരയ്ക്കുക അല്ലേ. ഈ അല്ലീലുകൾ തമ്മിൽ ക്രോസ് ചെയ്യും. ആ സമയത്താണ് ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ലിംഗകോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമായ കോശവിഭജന രീതിയാണ് ഊനഭംഗം, അതായത് മിയോസിസ്. ഊനഭംഗം എന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ നടക്കുന്ന ക്രോസിംഗ് ഓവർ എന്ന പ്രക്രിയയെക്കുറിച്ച് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. മിയോസിസ്, അതായത് നമുക്കൊക്കെ 23 ജോഡിയാണല്ലോ എന്താ പറയുക ക്രോമസോമുകൾ ഉള്ളത്. പക്ഷേ ഇപ്പം എനിക്ക് 46 എണ്ണം ഉണ്ട്. എൻ്റെ ഇപ്പോൾ ഒരാൾക്ക് ഒരു A എന്ന് പറഞ്ഞ ആൾ, B എന്ന് പറഞ്ഞ ആൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇയാൾക്കും 46 എണ്ണം ഉണ്ട്, ഇയാൾക്കും 23 ജോഡി കേട്ടോ. ഇവരുടെ കുട്ടിക്ക് ഇത് രണ്ടും കൂടെ കൂടിയിട്ട് 92 ജോഡി ഉണ്ടാവാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് മനുഷ്യക്കുഞ്ഞായിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? ലിംഗകോശങ്ങളിലേക്ക് വെറും 23 എണ്ണം മാത്രമേ കൈമാറുള്ളൂ. ഈ ഫാദറും 23 എണ്ണം കൈമാറുന്നു. അങ്ങനെ ഉണ്ടാവുന്ന ബേബിക്ക് അപ്പോൾ എന്താവും? 23 ജോഡിയാവും, അല്ലെങ്കിൽ 46 എണ്ണം ആവും. അപ്പോൾ ആ സമയത്ത് മിയോസിസാണ് നടക്കുന്നത്, ഊനഭംഗം. ആ സമയത്ത് ക്രോസിംഗ് ഓവർ എന്നുള്ളൊരു സ്ഥലം, കയാസ്മ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ക്രോസിംഗ് ഓവർ നടക്കും. ആ സമയത്ത് ഇവർ തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ഒരു വ്യത്യസ്ത തരം, അതായത് ഇതാണല്ലോ പാരൻ്റ്, ഇതൊന്ന് ഇവിടെ എത്തിയപ്പോൾ കളർ വ്യത്യാസം കണ്ടില്ലേ, അതാണ് നടന്നത്. സമരൂപ ക്രോമസോമുകൾ ഒരു ജീവിയുടെ മാതാക്കളിൽ നിന്നും ലഭിക്കുന്ന സമാനമായ ക്രോമസോമുകളാണ്. ഇവർ പരസ്പരം ജോഡി ചേരുന്നു. അതായത് ഇവിടെ പിങ്ക് കളറും ഇവിടെ യെല്ലോ കളറും വരുന്നുണ്ട്. ഇവർ ജോഡി ചേരുന്നുണ്ട്. ക്രോമസോമുകൾ ജോഡി ചേരുന്ന ഭാഗത്തെ കയാസ്മ എന്നാണ് പറയുന്നത്. ഈ ഭാഗത്തെ വെച്ച് ക്രോമാറ്റിഡുകൾ മുറിയുന്നു. ഇവിടെ വെച്ച് ക്രോമാറ്റിഡുകൾ മുറിയുന്നുണ്ട്. ഈ കൈമാറ്റത്തിലൂടെ അല്ലിൽ പുനഃസംയോജനം നടക്കുന്നുണ്ട് ഇവിടെ. അതായത് ഇവിടെ പിങ്ക് മാത്രമാണ് ഒരു പാരൻറ്റിന്, ഇവിടെ യെല്ലോ മാത്രമാണ് ഒരു പാരൻറ്റിന്. പിങ്കും യെല്ലോവും ക്രോസ് ചെയ്തിട്ട് ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ പിങ്ക് ഉണ്ട്, ഇവിടെ യെല്ലോ പിങ്ക് ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വെച്ചിട്ട് പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്.
അതാണ്. ഇനി നമുക്ക് അടുത്ത കാരണം എന്താണ്? മ്യൂട്ടേഷൻ. രണ്ടാമത്തെ കാരണം. ഒന്നാമത്തെ കാരണം എന്താണ്? ക്രോസിംഗ് ഓവറാണ്. രണ്ടാമത്തെ കാരണം മ്യൂട്ടേഷനാണ്. ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാവുന്നതുമായ മാറ്റങ്ങളാണ് മ്യൂട്ടേഷൻ. ഇതിനുള്ളൊരു എക്സാമ്പിൾ ഒരു സിനിമയിൽ ഞാൻ പറഞ്ഞുതരാണെങ്കിൽ, നമ്മളൊരു ഗോളം എന്ന് പറയുന്നൊരു സിനിമ ഉണ്ട്. അവിടെ ഒരു ഫോറിൻ ബോഡിയാണ് ആ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആളുകളുടെ ബ്ലഡിലുള്ളതെന്ന് പറയുന്നത്. അതൊരു മ്യൂട്ടേജനാണെന്ന് സിദ്ദീഖ് എന്ത് ചെയ്യുന്നുണ്ട്? പോലീസുകാരോട് പറയുന്നുണ്ട്. മ്യൂട്ടേജനാണ്. അതായത് ഒരാളുടെ സ്വഭാവം, അതായത് ഇപ്പോൾ അവരുടെ മുടിയുടെ അവസ്ഥ ഒക്കെ ആണല്ലോ കാഴ്ച കേൾവിയൊക്കെയാണല്ലോ അവിടെ ബാധിക്കുന്നത് ജോലിക്കാരുടെ. അപ്പോൾ ആ മുടിയുടെ അവസ്ഥയിൽ ഒരു ഭാഗത്ത് മ്യൂട്ടേഷൻ സംഭവിക്കും. അപ്പോൾ ഒരു ഫോറിൻ ബോഡി വന്ന് എന്ത് ചെയ്യും? മ്യൂട്ടേജൻ എന്ന് പറഞ്ഞ ഒരു ഫോറിൻ ബോഡിയാണ് അവിടെ അവർക്ക് കുത്തിവെക്കുന്നത്, അവരുടെ ഫിംഗർ പ്രിൻ്റ് എടുക്കുന്ന സ്ഥലത്ത് വെച്ച്. ആ മ്യൂട്ടേജൻ എന്ത് ചെയ്യുന്നു? അവരുടെ ഒരു സ്വാഭാവികമായ പോക്കിനെ ഈ DNA മാറ്റിമറിച്ച് അവിടെ എന്ത് ചെയ്യുന്നു? ഒരു മാറ്റം വരുത്തിയിട്ടാണ് അവർക്ക് അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ എന്താണ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞത്? നമ്മുടെ ഇപ്പോൾ ഈ ഭാഗത്താണ് ഇവിടെ മ്യൂട്ടേഷൻ. ഇവിടെ ഇതിന് കാരണമാകുന്ന ആളാണ് മ്യൂട്ടേജൻ എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. DNA ഇരട്ടിക്കൽ ഉണ്ടാകുന്ന തകരാറുകൾ, ചില പ്രത്യേക രാസവസ്തുക്കൾ, വികിരണങ്ങൾ തുടങ്ങി മ്യൂട്ടേഷന് കാരണമാകും. മ്യൂട്ടേഷൻ ജീനുകളിൽ മാറ്റമുണ്ടാക്കുന്നു. ഈ ജീനുകൾ തലമുറകളിലൂടെ കൈമാറി സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് എത്തിക്കുന്നു. ജീവപരിണാമത്തിൽ മ്യൂട്ടേഷനുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പിന്നെ നമുക്ക് ജനിതകശാസ്ത്രത്തിൻ്റെ തൊഴിൽ സാധ്യതകളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. തന്മാത്രാ ജനിതകശാസ്ത്രം, ജനസംഖ്യാ ജനിതകശാസ്ത്രം, മെഡിക്കൽ ജനിതകശാസ്ത്രം, സൈറ്റോജനറ്റിക് ജനിതകശാസ്ത്രം, ബിഹേവിയറൽ ജനിതകശാസ്ത്രം, പിന്നെ ജീനോമിക്സ് എന്നിങ്ങനെ വിവിധ ജനിതകശാസ്ത്ര ശാഖകളുണ്ട്. ജനിതകശാസ്ത്രത്തിലും ബയോടെക്നോളജി, മൈക്രോബയോളജി, ബയോ ഇൻഫർമാറ്റിക്സ് തുടങ്ങിയ അനുബന്ധ മേഖലകളിലുമുള്ള ബിരുദ പ്രോഗ്രാമുകളും വൈവിധ്യമാർന്ന തൊഴിൽ സാധ്യതകളിലേക്കുള്ള വാതിലുകൾ തുറക്കുന്നു. ബിരുദാനന്തരത്തിൽ ജനിതക കൗൺസിലിംഗ്, ബിരുദാനന്തര തലത്തിലിട്ടോ മെഡിക്കൽ ജനറ്റിക്സ്, ഫോറൻസിക് സയൻസ് എന്നിവയിലെ പ്രത്യേക പഠനങ്ങൾ ആരോഗ്യ സംരക്ഷണം, ഗവേഷണം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് അവസരം നൽകുന്നു. PhD പോലുള്ള ഉന്നത ബിരുദങ്ങൾ ജനിതകശാസ്ത്രത്തിലുണ്ട്. അത്യാധുനിക ഗവേഷണം, ഫാർമസ്യൂട്ടിക്കൽസ്, കൃഷി തുടങ്ങിയവ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാലോ. ഇപ്പോൾ നമ്മുടെ RT-PCR എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? കോവിഡിൻ്റെ സമയത്ത് കോവിഡ് ടെസ്റ്റ് ചെയ്തിരുന്നത്, അതൊരു ജനിതകശാസ്ത്രത്തിൻ്റെ ഗവേഷണമാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ BT കോട്ടൺ, BT വഴുതന പോലുള്ള കൃഷി സംബന്ധമായിട്ടുള്ള വിത്തുകൾ രൂപപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അനേകം പുതിയ കണ്ടെത്തലുകളും പഠന ഗവേഷണങ്ങളും അനന്തമായ അവസരങ്ങളുമുള്ള ജനിതകശാസ്ത്രത്തിൻ്റെ ലോകം അത്യധികം വിശാലമാണ്. ജീവൻ്റെ നിഗൂഢതകളെക്കുറിച്ചുള്ള ജിജ്ഞാസയുള്ളവർക്ക് കൂടുതൽ ഈ മേഖലകളിലേക്ക് പര്യവേഷണം ചെയ്യാൻ ഏറെ സാധ്യതകളുള്ള ശാസ്ത്രശാഖയാണ് ജനിതകശാസ്ത്രം. അങ്ങനെ ജീവൻ്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ജനിതകശാസ്ത്രം. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു essay ക്വസ്റ്റ്യനിലൊക്കെ വേണമെങ്കിൽ എഴുതി കൊടുക്കാവുന്ന പോയിൻ്റാണ് കേട്ടോ. ജീനുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരു തലമുറയിൽ നിന്ന് അവ അടുത്ത തലമുറയിലേക്ക് എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നിവയെക്കുറിച്ച് അറിവ് നൽകാൻ ജനിതകശാസ്ത്രത്തിനായി. ഈ മേഖലയിലെ പുരോഗതികൾ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് വഴിവെച്ചു. ജീൻ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ സംശയത്തിൻ്റെ ഉയരത്തിലേക്ക് നയിക്കുന്ന ചില പടവുകൾ നാം പിന്നിട്ടു. തുടർന്നുള്ള അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൂർണ്ണമായ ഉയരങ്ങളിലേക്ക് എത്താനായിരിക്കും. ജനിതകശാസ്ത്രത്തിലെ കണ്ടെത്തലുകൾ പരിണാമം എന്നിങ്ങനെ മനസ്സിലാക്കാനും വിശദീകരിക്കാനും സഹായിക്കും. വ്യത്യസ്ത ജനിതക പ്രത്യേകതകളുടെ സംയോജനമാണ് ഒരു ജീവിയുടെ സവിശേഷതകളെ നിർണ്ണയിക്കുന്നത്. ഈ പ്രക്രിയകൾ ജീവൻ്റെ വൈവിധ്യത്തിനും പരിണാമത്തിനും അടിസ്ഥാനമാണ്. അത് എപ്രകാരമാണെന്ന് അടുത്ത അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ ബയോളജിയിലെ ആദ്യത്തെ ഭാഗം വളരെ സിമ്പിളാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാവുന്ന ഒരു അധ്യായമാണത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലായിട്ടും ഒക്കെ ചോദിക്കാവുന്നതാണ്. കൃത്യമായിട്ട് ഞങ്ങൾ മറുപടി പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.